ഹായ് ഫ്രണ്ട്സ്, PRS Agriയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നെന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പയറിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല, നമ്മളെ പയറിൻ്റെ വിളവെടുപ്പാണ്. അപ്പോഴേ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വളക്കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കേണ്ട കേട്ടോ. അപ്പോൾ നല്ല വളക്കൂട്ടമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നിറയെ അതൊക്കെ ഇതേപോലെ നല്ല രീതിയിലുള്ള പയറുകൾ പോയി. ഇത് മീറ്ററേക്കാളും നീളം വയ്ക്കുന്ന പയറിന് ആദ്യം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നെറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പാവലിലേക്ക് വേണ്ടി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാവലൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ പാവലൊക്കെ നിൽക്കുന്നുണ്ടോ, ഇതിപ്പോൾ നമ്മളെ പ്രിയങ്കയാണ് കേട്ടോ. ഇതിപ്പം നമുക്ക് നല്ല രീതിക്ക് നമ്മളിതുപോലെ തന്നെ ഇത് കായ്ച്ചയുടെ ശല്യം കൊണ്ട് നമ്മൾ കായ്ച്ച ഇത് കൊത്തായിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കടിയിൽ നിന്ന് കരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ഗ്രീൻ നെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളൊരു ഗ്രീൻ നെറ്റ് ആവാൻ നേരത്ത് തന്നെ നമുക്ക് വേറെ പേപ്പറിൽ ഇപ്പോൾ പേപ്പറൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല. പേപ്പറിന് കൊടുക്കുന്ന പറയുമ്പോൾ മഴയാണ്, അത് പോവും. അപ്പോൾ നമ്മൾ ഗ്രീൻ നെറ്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ പോളിനേഷൻ നടക്കും. അതുകൊണ്ടാണ് ഒരു വേറെ പ്രത്യേകത. അപ്പോൾ നമ്മൾ കവറൊക്കെ ആണെങ്കിൽ കൊടുക്കുന്ന ഒരു ചൂടൊക്കെ ഉണ്ടാവും, ഒരു കറക്റ്റായിട്ടൊന്നും വരത്തില്ല, അത് അവിഞ്ഞു പോകാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രീൻ നെറ്റ് കൊടുക്കുക. ഈ ഗ്രീൻ നെറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള നമുക്ക് കാവലിൽ കിട്ടും കേട്ടോ. നമുക്ക് പോളിനേഷൻ വേണ്ടി ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ചെറിയ രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോഴേ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാന്നുള്ളത് ഇത്രയും വലിയ ഗ്രീൻ നെറ്റ് കൊടുക്കില്ല. ഇത് നമ്മൾ വലിപ്പത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കായുടെ വലിപ്പം അതിനനുസരിച്ചുള്ള ഗ്രീൻ നെറ്റ് നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെന്ന് പറയാൻ നേരത്ത് ഇത് ചെറിയൊരു കൂടാണ്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പോളിനേഷൻ നടക്കണം, മനസ്സിലായില്ലേ? അതായത് ആ രീതിക്കാണ് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നോക്കിയാൽ അറിയാം, ഇവിടുന്ന് നോക്കേണ്ടത് വലിയ ചെറിയ കവറൊന്നുമല്ല, അത് ചെറിയൊരു കവറാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് നോക്കിയാൽ അറിയാം, ഇവിടുന്ന് പൊള്ളേഷൻ നടക്കും കേട്ടോ. അപ്പോൾ അതേസമയത്ത് നമുക്ക് നേരെ കുറച്ചും കൂടെ വലുതായിട്ടാണ് കൊടുത്തിക്കണേ നമ്മളിതൊക്കെ അവിഞ്ഞൊക്കെ പോകും. പിന്നെ നമ്മൾ ഗ്രീൻ നെറ്റ് ആയിക്കൊണ്ട് തന്നെ അങ്ങനെ ഒന്നും പോകത്തില്ല, കറക്റ്റ് പോളിനേഷനൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതൊന്നുമല്ല നമ്മൾ പിന്നെ പയർ. അപ്പോൾ ഇന്ന് നമ്മളെ പയർ നമ്മൾ വിളവെടുക്കാൻ പോകണം കേട്ടോ. ഞാൻ പറയുന്നില്ലേ, നമ്മൾ മീറ്റർ പയറിനേക്കാൾ നമുക്ക് നീളം കൂടിയ പയറെന്ന് പറയുന്നത് നമ്മൾ ചെറിയ കൂട്ടുകളൊക്കെ തന്നെ കൊടുത്ത് നമ്മൾ ചെയ്തെടുത്ത നമ്മളെ പയറാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നല്ല കായ നമുക്ക് നല്ല കായ തന്നെ നമുക്ക് തിന്നിട്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യണ്ട നേരത്തെ കേട്ടോ. അത് ആ വീഡിയോയിൽ നമ്മൾ അത്രയും നമുക്ക് പയർ കുരങ്ങനും അതേപോലെ തത്ത അങ്ങനെയൊക്കെയുള്ള ശല്യം ഭയങ്കര ഇതാണ് കേട്ടോ. ഇവിടെ കുരങ്ങൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുരങ്ങന്മാരുടെ ശല്യമാണ്. ഇപ്പം തന്നെ വീഡിയോ എടുക്കാനായിട്ട് വന്നത് അവിടെ ഒരു പയർ അതിനെ കടിച്ചു കൊണ്ടുപോയത്, കുരങ്ങ് വന്ന് കൊണ്ടുപോയി. ജസ്റ്റ് നമ്മൾ നോക്കിയില്ലായിരുന്നേ കംപ്ലീറ്റ് പോയാൻ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെ തന്നെ ഇപ്പോൾ എനിക്ക് എന്തായാലും നല്ല രീതിക്കുള്ള പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ കുരങ്ങൻ്റെ ശല്യം കൊണ്ടുണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ഒരു ഗ്രീൻ നെറ്റ് നമ്മൾ ഇതേപോലെ അങ്ങോട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് അവസ്ഥ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇതുണ്ടോ നമ്മളെ പയർ ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ഞവത്ത് മാറ്റിയിട്ട് പയർ നമുക്ക് വിളവെടുക്കാം. അപ്പോഴേ സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് പയർ നല്ല രീതിയിലുള്ള പയറാണെന്ന് നോക്കുന്ന കേട്ടോ. നോക്കിയാൽ അറിയാം കേട്ടോ. നോക്കിയാൽ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മീറ്റർ പയറിലായാലും നീളം കൂടിയ പയറുന്നുണ്ട്. അത് കണ്ടോ, മീറ്റർ പയറിനേക്കാളും നീളം കൂടിയ പയറാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് വിത്തിന് കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മളുടെ വിത്ത് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ വിത്തിന് വേണ്ടി നമ്മൾ പയർ നിർത്തിയേക്കുന്നത് കേട്ടോ. കുറച്ച് നമ്മൾ അതിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ താമസിച്ചാണ് എടുത്തത്. വിത്തിന് ആയതിനു ശേഷം നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് വിത്ത് വേണവർക്ക് നമ്മളുടെ ചാനലിൽ കേട്ട് നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ അഡ്രസ്സും കൂടെ ഒന്ന് ചെയ്ത്, അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കുക, എൻ്റെ ചാനൽ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ പയർ നമുക്ക് വിളവെടുക്കാം കേട്ടോ. അതിനോട്ട് നമുക്കൊരു ഒരു പാത്രം ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ഇവനെ കട്ട് ചെയ്യാം. ഉണ്ടോ, അതാണ്ട് അടുത്തത് ഉണ്ടോ. ഇതേപോലെ നമുക്ക് ചെയ്തെടുത്താൽ നല്ല രീതിക്കുള്ള വിഷമില്ലാത്ത പയറുകൾ, നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓണത്തിന് ചെയ്തെടുത്തതിന് പക്ഷേ സംഗതി രവത്തെന്ന് പറയാൻ നേരത്തെ ആയിപ്പോയി കേട്ടോ. ഇതിൻ്റെ ഒരു വിളവെന്ന് പറയാൻ നേരത്ത് ഒരു 40-45 ദിവസം കൊണ്ട് ഇതിൻ്റെ ഈ പയർ നമുക്ക് വിളവെടുക്കാം. നമ്മൾ നട്ടിട്ട് 45 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള ഒരു പയറും കൂടെയാണ് ഇത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക, പെട്ടെന്ന് നമുക്ക് അതിൻ്റെ വിളവ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഓണത്തിന് നമുക്ക് അടുത്ത വേറെ ചെയ്യണം. അപ്പോൾ ഇനി വേറെ ഒന്നേ നമ്മൾ അതിനോട് ഓണത്തിനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇതിൻ്റെ രീതിയിലുള്ള പയറുകൾ നമുക്ക് എടുക്കാം കേട്ടോ. ബാക്കിയൊക്കെ നിൽക്കട്ടെ, ബാക്കിയുള്ളതെല്ലാം വിത്തിന് നിൽക്കട്ടെ. ഇപ്പം നോക്കിയാൽ അറിയാം, ഇത് ഏകദേശം
അരക്കിലോളം തൂക്കം വരും കേട്ടോ. ഈ ഇത്രയും പയർ തന്നെ അരക്കിലോളം അരക്കിലോ അല്ലെങ്കിലേ ഉള്ളു അരക്കിലോളം തൂക്കം. അതുപോലെ നല്ല വെയിറ്റ് കൂടുന്ന നല്ല പയറാണ് കേട്ടോ. അപ്പോഴേ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യണോ, ഇവിടെ കുറച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടേ. നമ്മളിത് ഒന്നുമില്ല, ഒരു 5 മൂടേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 5 മൂടേ നമ്മൾ ഇതിനകത്ത് വച്ച് പിടിപ്പിച്ചുള്ളൂ കേട്ടോ. ഇത് വ്യവസായമായ രീതിക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിക്കുള്ള പയറാണ്. ഞാൻ ഒരു 5 മൂടേ വെച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഇനി ആണെങ്കിൽ നമുക്ക് തോനെ ആയിട്ട് വയ്ക്കാം കേട്ടോ. അത്ര സ്ഥലമൊക്കെ ഉള്ളവരനുസരിച്ച് ആ രീതിക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ള സ്ഥലം കുറവാണ്, അതുകൊണ്ട് ആ രീതിക്ക് ഞാൻ വെച്ചത്. നമുക്ക് എല്ലാ പച്ചക്കറികളും നമുക്ക് ആ ടെറസിന് വേണ്ടി നമുക്ക് ചെയ്യണം, അതുകൊണ്ട് രീതിക്കാണ് നമുക്ക് വെച്ചത് കേട്ടോ. ഇനി നമ്മൾ കുറച്ചുകൂടെ വയ്ക്കുന്നുണ്ട് ഓണത്തിന് വേണ്ടി. നമുക്ക് ഞാൻ വേറെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ആ പോകുന്നൊക്കെ ഒരു കുരകം വന്ന് കടിച്ചെടുത്തോണ്ട് പോയതാണ്. പിന്നെ മഴയും പെയ്യുന്നുണ്ട്. കുറച്ച് നമ്മൾ താഴെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നമ്മളെ താഴെ ഭാഗത്തും കുറച്ച് നിൽപ്പുണ്ട്. അപ്പോഴേ നമ്മൾ ഇവിടെയും കുറച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും അങ്ങനെ ആയില്ല, കുറച്ചേ ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഉള്ളത് നമുക്ക് എടുക്കാം. ഇത് നമ്മൾ ആ സൈസ് പറയണം. ഇതൊക്കെ വേറെ ഒരു സൈസ് പറയാം കേട്ടോ. അതൊക്കെ ഇവിടെ പിന്നെ 22 മണി അങ്ങനെയുള്ള പയറാണ്. 22, 18 മണി അതിൻ്റെ വിത്തൊക്കെയാണ് കേട്ടോ. അത് അതിൻ്റെ വിത്തിന് വേണ്ടി നിർത്തിയാണ്. പിന്നാണ്ട് നമ്മളാ ഒരു തടിയങ്ങ നിൽക്കുന്നുണ്ട്. എന്നുണ്ടോ തടിയങ്ങയാണ് കേട്ടോ. അത് എന്താ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടേ. ഇവിടെ നമ്മൾ ആ രീതിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. എല്ലാം നമ്മൾ ചെയ്താക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രീൻ നെറ്റ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേ നമുക്ക് ഗ്രീൻ നെറ്റ് നമുക്ക് അകത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തടിയങ്ങായക്കൊണ്ട് നല്ല ഹാർഡായിക്കൊണ്ട് തന്നെ പെട്ടെന്ന് കായ്ച്ച കടിക്കത്തില്ല കേട്ടോ. അവിടെ എന്താ വെച്ചാൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്തൊക്കെ നമ്മൾ ആ ഒരു ഗ്രീൻ നെറ്റ് കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ തന്നെ നമ്മളൊരു ഗ്രീൻ നെറ്റ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കായ്ച്ചത് കടിക്കത്തില്ല കേട്ടോ. ഇവിടെ നിന്ന് പോകുന്നുണ്ടോ, ഈ ഭാഗത്തെല്ലാം പോകുന്നു കേട്ടോ. ആ അടുത്ത് നമ്മളാണ് ഗ്രീൻ നെറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഗ്രീൻ നെറ്റ് കൊടുത്ത് നിർത്തിയുണ്ടോ ഉണ്ടോ. നമുക്ക് കായ്ച്ചൊന്നും കടിക്കത്തില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. തോനെ എടുത്തോണ്ട് കേട്ടോ. തോനെ സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാം നിൽപ്പുണ്ട്. ഇത് നേരത്തെ നമ്മൾ കുക്കുംബർ ചെയ്യുന്ന കുക്കുംബർ നമ്മൾ വിളവെടുത്ത് കേട്ടോ. വിളവെടുത്തതിന് ശേഷം വൃത്തിയാണ്. പിന്നെ അവിടെ ഒരെണ്ണം നമ്മളാണ്ട് ഒരു കുക്കുംബർ നമ്മളെ വിളവിന് വേണ്ടി, നമ്മളെ വിത്തിന് വേണ്ടി കേട്ടോ. നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഇതൊരു 3-4 കിലോ വരും കേട്ടോ. ഒരു കുക്കുംബർ 4 കിലോ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതാ കാണിച്ചു തരാം കണ്ടാ. ഇത് എടുക്കട്ടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലായിപ്പോയി കേട്ടോ. ഇത് കണ്ട നമ്മൾ വിത്തിന് വേണ്ടി നിർത്തിയാണ്. ഇത് കണ്ട വിത്തിന് വേണ്ടി നിർത്തിയൊക്കെ നമ്മൾ കുക്കുംബറാണ്. കുറച്ചുണ്ടായത് കേട്ടോ. നമ്മളതിൻ്റെ വിളവ് എടുത്ത് കേട്ടോ. പിന്നെ ആ ഭാഗത്തായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് അവിടുന്ന് അതിൻ്റെ വിളവ് എടുക്കാൻ സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ന് പറയുമ്പോൾ ഞാൻ ആ രീതിക്ക് നമ്മൾ കൂളിംഗ് സിസ്റ്റത്തിൽ ചെയ്തിട്ട് നമ്മൾ ബാഗാണ് കേട്ടോ. നമ്മൾ ഓടിലൊക്കെ ചെയ്തിട്ട് ബാഗ് കേട്ടോ. അതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ഇത്ര ഇങ്ങനെ ആയിട്ട് നല്ലത്. അതുപോലെ നല്ല രീതിയിൽ 40 പീസ് നമ്മൾ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ എപ്പോഴും ജലാംശം നിൽക്കുന്ന രീതിക്ക് നമുക്ക് ഈ ഒരു ഓടിൻ്റെ ഇതിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. അതുകൊണ്ടായിരിക്കണം നമുക്ക് നല്ല രീതിക്ക് നമുക്ക് നല്ല രീതിക്ക് നമുക്ക് ഇതിൽ നിന്ന് കുക്കുംബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലത് ഇരിക്കട്ടെ. അവിടെ നമ്മളവിടെ കുറച്ച് കോവയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നല്ല വെയിലടിച്ച നല്ല രീതിക്ക് തന്നെ കായ്ക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത് നമുക്കിത് വിളവെടുക്കാം കേട്ടോ. വിളവെടുക്കാൻ ആയിട്ടുണ്ട്, ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അത് കുറച്ച് വേണ്ട ഇങ്ങനെ ഇതൊക്കെ കുറച്ചൊക്കെ വിളവെടുക്കാറായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നട്ട നോക്കിയാൽ നല്ല രീതിക്ക് തന്നെ പിടിച്ച് കൊണ്ടുപോയിക്കാണ്. നോക്കിയാൽ എല്ലാം ഇപ്പോൾ വെയിലടിച്ചാൽ നിറയെ കായ്ക്കുമെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. എല്ലാം ആവശ്യം നോക്കിയതാ ആവശ്യം പോലെ നിൽപ്പുണ്ട്. ഇതിലെല്ലാം നിൽപ്പുണ്ട് കേട്ടോ. അതിന് ആവശ്യം പോലെ തന്നെ പൂവും വന്ന് നിൽപ്പുണ്ട് കേട്ടോ. എല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരു വളക്കൂട്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടുപോയി ആ വളക്കൂട്ടിലേക്കാണ് നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്നത്. അവിടെ എല്ലാവരും ഇതേപോലത്തെ കൃഷികളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ കൃഷികളൊക്കെ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുക. നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പച്ചക്കറികൾ വിഷമായിട്ടുള്ളതൊന്നും മേടിച്ചൊന്നും കഴിക്കേണ്ട. വേറൊരു കാര്യമാണ് പറയാനേ, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കിങ്ങൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മളൊരു ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചപ്പുഴുവിന് കേട്ടോ. ആ പച്ചപ്പുഴുവിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ ഒരു 5 മില്ലിയാണ് നമ്മൾ കൊടുക്കുന്നത്. ചെറിയൊരു തോതിലാണ് നമ്മൾ കൊടുക്കുന്നത്. വലിയ വിഷങ്ങളൊന്നുമല്ല കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ നേരത്താണ് നമ്മൾ കായ്ച്ചരാക്കുന്നതായാലും അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ നിറയെ നല്ല ഇതൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു വിഷവും ഇല്ലാത്ത നല്ലതേക്കുള്ള പയറാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചിലവർക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ടായി, അതുകൊണ്ടാണ് പറഞ്ഞാൽ നല്ലതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽബട്ടൺ ഓർത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ പുതിയൊരു കണ്ടന്റ് വരുന്നവരെ ഗുഡ് ബൈ.